വീണ്ടും സഹായം അഭ്യർത്ഥിച്ച റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കൾ. റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും അനുകൂല നടപടി സ്വീകരിക്കുന്നില്ലെന്നും യുവാക്കൾ. ദുരിതങ്ങൾ വീണ്ടും ന്യൂസ് മലയാളത്തോട് വിവരിച്ച് തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ. എൻ്റെ പേര് ജെയിൻ, വീട് തൃശ്ശൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുന്നതിൻ്റെ ഫസ്റ്റ് സോണിലാണ്. എൻ്റെ കൂടെ പിന്നിലേട്ടനുണ്ട്. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇവിടേക്ക് ഫുഡ്, വാട്ടർ, വെള്ളം തുടങ്ങിയ സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരിപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അവരുടെ കൂടെ യുദ്ധത്തിന് ചെല്ലണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് മാഗസീനും ഗ്രനേഡും ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 8 പേരോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ജോലിയായിട്ട്. അതിൽ 4 പേരിനെ അവർ ഇപ്പോൾ തന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞു. അടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ 2 പേരുടെയും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് എംബസിയിൽ രാംകുമാർ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ കോൺട്രാക്റ്റൊക്കെ 3 മാസം മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്താണെങ്കിലും അവർ വീണ്ടും സഹായം അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിൽ എംബസി ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളൊക്കെ എത്തരത്തിലാണ്? കാര്യങ്ങൾ ഏത് ഘട്ടത്തിലാണ്? സംഗീത, നമുക്കറിയാം ഇന്ത്യൻ എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ ഇടപെടൽ സജീവമായി വേണ്ട വിഷയത്തിൽ. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ള കുടുംബാംഗങ്ങളുടെ പരാതി വന്ന ദിവസങ്ങൾക്കകം തന്നെയാണ് ജെയിൻ ഒരു വീഡിയോ സന്ദേശമായി തങ്ങൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഇരുവരെയും, ബിനിലിനെയും ജെയിനെയും വീണ്ടും യുദ്ധമുഖത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ ദിവസങ്ങൾക്ക് മുൻപാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഏത് സമയത്തും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഒരു നിർദ്ദേശവും ഇരുവർക്കും ലഭിച്ചിരുന്നു. ഇത് ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കൾ വീണ്ടും നമ്മളെ സമീപിച്ച് അത് വാർത്തയായി മാറുകയും മറ്റു മാധ്യമങ്ങൾ ആ വാർത്തകളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരം വലിയ ഒരു സംഭവം വാർത്തയായി വന്നിട്ടും വേണ്ട വിധത്തിലുള്ള ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുമ്പോഴാണ് ജെയിൻ കുര്യൻ വീണ്ടും ഇത്തരത്തിൽ ദുരിതങ്ങൾ വീണ്ടും ന്യൂസ് മലയാളത്തോട് വിവരിക്കുന്നത്. ഏത് സമയത്തും യുദ്ധമുഖത്തേക്ക് പോകാൻ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറയുന്നത് റഷ്യൻ പട്ടാള അധികൃതർക്ക് 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കരാറുകൾ റദ്ദ് ചെയ്തതാണ്. മുഴുവൻ ഇന്ത്യക്കാരെയും ഡിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ആളുകളുടെ കരാറുകൾ റദ്ദ് ചെയ്തതാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ നിന്നും റിലീഫ് നൽകുന്നില്ല എന്നുള്ളതാണ്, വിടുതൽ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ജെയിൻ കുര്യൻ പറയുന്നത്. ഇവരുടെ ജോലി ചെയ്യുന്ന പട്ടാള ക്യാമ്പിലെ കമാൻഡറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തങ്ങളെ വിട്ടയക്കാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള ഒരു അറിയിപ്പും റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത്തരം ഒരു ഉത്തരവ് ലഭിക്കാതെ യാതൊരു തരത്തിലും നിങ്ങളെ വിട്ടയക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ ഈ പട്ടാള ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ സംസാരിച്ചതായാണ് ജെയിൻ പറയുന്നത്. വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയും ഇത്തരം കാര്യങ്ങൾ കൂടി ഇവർക്ക് കൂടി സന്ദേശമായി കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാളെയോ മറ്റന്നാളോ വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ജെയിൻ കുര്യൻ പറയുന്നത്. 8 പേരെ ഇതിനോടൊപ്പം തന്നെ ഇവർ ഇപ്പോൾ തങ്ങുന്ന സംഘത്തിലെ 8 ആളുകളെ ഈ യുദ്ധമുഖത്തേക്ക് ഇവരുടെ ക്യാമ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും വീണ്ടും സഹായം അഭ്യർത്ഥിക്കുകയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കൾ. റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായാണ് അവർ പറയുന്നത്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.